Aliens. This is one of the rarest animals in the അയ്യോ world. അയ്യോ എന്റെ ദൈവമേ എനിക്ക് വയ്യ. അയ്യോ മരണപ്രാളം കൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടാടാ. അയ്യോ ഇപ്പൊ പിടിക്കും Muscular build. അയ്യോ പിടിച്ചടാ പിടിച്ച്. എനിക്ക് കാണണ്ട. അയ്യോ എനിക്ക് കാണണ്ട. എനിക്ക് കാണണ്ടടാ എനിക്ക് കാണണ്ട. അയ്യോ ഇത് അങ്ങനെയല്ലേ നമുക്ക് മാനിനെ പിടിക്കുന്നത് നമ്മൾ ഈ മാങ്ങ പറിക്കും പോലെയാ സിംഹത്തിന്. നീ എന്തോന്ന് ഭർത്താനോടാ ഈ പറയുന്നത്? ഒരു മാങ്ങ പോലെയാണോ ഒരു ജന്തു? ആ സിംഹം അതിനെ കടിച്ച് കീറിയത് കണ്ടായിരുന്ന? അമ്മ നമ്മളിപ്പോ ഓരോ കാര്യങ്ങൾ കഴിക്കുന്നില്ലേ, അതുപോലെ തന്നെ സിംഹം നമ്മളിപ്പോ ചക്ക പറിച്ചിരുന്നില്ലേ, മാങ്ങ പറിച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ അതിന് സിമ്പിളാണിത്. അതിന് ജീവിക്കണ്ടേ? ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിന്നുന്ന അതും തിന്നണം. അങ്ങനെയാണെങ്കിൽ അമ്മ നമ്മളെ പോലെയാണ് ഈ ജന്തുക്കളെ കഴിക്കുന്നതുണ്ട്, പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. കേട്ടില്ലേ? സസ്യപൂക്കളും ജന്തുപൂക്കളും എന്നൊക്കെ കേട്ടിട്ടില്ലേ അമ്മ? എന്തായാലും കൊള്ളാം. ഒരു ജന്തുക്കളെ കഴിക്കുന്ന ജന്തുക്കളെല്ലാം കഴിക്കുള്ളൂ. അത് പച്ചക്കറി തിന്നോ? അപ്പൊ പശു പുല്ല് തിന്നു, പട്ടി തിന്നോ? അത് ഓരോന്നിനും ദൈവം ഓരോന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് അവരവർ കഴിച്ചോളൂ. ഞാൻ ചോദിച്ചോട്ടെ, വേറെ ചോദിച്ചോട്ടെ, അമ്മ മീൻ കഴിക്കുമോ? അയ്യോടാ മീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത്. എടാ ഒരിത്തിരി സ്രാവ് കിട്ടാൻ വല്ല വഴിയുണ്ടാടാ? എനിക്ക് സ്രാവ് ചെയ്യുന്ന കൊതി പോലെ. സ്രാവ് അടിക്കാം. നമുക്ക് സ്രാവ് ഭയങ്കര ഇഷ്ടമല്ലേ? ആ അപ്പം നമുക്ക് സ്രാവ് അടിക്കാം. പക്ഷെ വേറൊരു കേസുണ്ട്. ഈ സ്രാവ്, അയല, ചൂര അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം കടലിൽ കൂടെ ഇങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ പാട്ടൊക്കെ പാടി കൂട്ടുകാരനൊക്കെ കളിച്ചിരിച്ച് പോകുമ്പോഴാണ് വലയിടുന്നത്. വലയിട്ട് അതിനെ പിടിക്കും. വലയിട്ട് പിടിക്കും, അവന് ശ്വാസം മുട്ടും, വെള്ളത്തിൽ കൊണ്ടുവരും. അപ്പോഴൊക്കെ ശ്വാസം മുട്ടി ചാവും. പിന്നെ അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കത്തി കയറ്റി കൊല്ലും. എന്നിട്ട് തിളച്ച എണ്ണ ഇട്ട് വറുത്തെടുക്കും. അതാണ് അമ്മ കഴിക്കുന്നത്. ഓ അപ്പൊ പാവല്ലേ? അത് മീനല്ലേ, അത് സാല. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ കുഴപ്പമില്ല, സിംഹം ഇതാ കുഴപ്പമാണ്. അല്ല അതൊരു മാനല്ലേടാ, മാനിനെ അല്ലേടാ. മീനല്ലേ അമ്മ? അയ്യോ ഞാൻ തോറ്റു. ആ സിംഹ എത്ര മാനിനാണെങ്കിലും പിടിച്ചത് ഇങ്ങോട്ട്. What are you guys talking? നീ എടാ ജംഗ്ഷനിലല്ലേ പോകുന്നേ? ജംഗ്ഷൻ പോണെങ്കിൽ മാർക്കറ്റേ കുറച്ച് ഒരു സ്രാവിന് മേടിക്കണായിരുന്നു. സ്രാവിന് ഞാൻ ഈ ഫിഷിന്റെ കണത്തിൽ കൂട്ടാറില്ല. അതിനെ കാണുമ്പോൾ ഒരു പാമ്പിന് മുട്ട, സ്നേക്ക് ആണോ? പിന്നെ അമ്മമ്മക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തിമിംഗലത്തിന് വേറെ മേടിച്ചുകൊണ്ടുവരാം. സ്രാവ് വേണ്ട, തിമിംഗലായിക്കോട്ടെ. അയ്യോ തിമിംഗലം എത്ര കിലോ വരും? ഒരു കുറച്ചല്ലേ കാണോ? ഒരു തിമിംഗലം എന്ന് പറയുമ്പോൾ 1000 കിലോ കാണും. എടാ ഈ വയസ്സുകാലത്ത് ഈ ചെറുക്കൻ എന്നെ ഇട്ട് പന്ത് കെട്ടുക. നിന്നെ കൊണ്ട് ഒക്കുമെങ്കിൽ ഒരു 1.5 കിലോ സ്രാവ് വാങ്ങിച്ചോണ്ട് വാ. അല്ല 1.5 കിലോ തന്നെ. 1 കിലോ അമ്മയ്ക്കും ബാക്കിയുള്ള 1/2 കിലോ ബാക്കിയുള്ളത്. അയ്യോ വേണ്ട. ഓ ഞാൻ ഇപ്പോ വരണം നോക്കണേ. അയ്യോ നീ പോയി അവർ പിള്ളേരോടെ കളിക്കടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് സ്രാവ് എങ്ങനെ മേടിക്കാൻ പറ്റും? അയ്യോ എനിക്ക് സ്രാവ് വാങ്ങിച്ചില്ലെങ്കിലും സാരമില്ല, കൊച്ചുങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. നീ അവരോട് കളിക്കാം. കുട്ടികൾക്ക് ഇനി ഒരുപാട് കാലമുണ്ട്. നമുക്ക് വേഗം സ്രാവ് മേടിച്ച് ആഗ്രഹം നടത്തുന്നു. വേണ്ട അങ്ങളെ ഈ കുട്ടികൾക്ക് ഐസ് ഉണ്ടാവും, പക്ഷെ കുട്ടിത്തത്തിന് അധികം ഐസ് ഉണ്ടാവില്ല. ചേട്ടൻ നോക്കിയേ. എന്ത് ശബ്ദം ചെയ്ത് കീറി പോയാടി? അല്ല അത് നിന്നെ കൊണ്ടൊക്കെ തെളിയത് വയ്ക്കാൻ. അപ്പൊ എങ്ങള് തന്നെ ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ടല്ലേ അറിയാവുന്നുള്ളൊരു ചെയ്യണം അല്ലേ? ഏത് കാര്യം നമ്മൾ അറിയാവുന്നുള്ളൊരു ചെയ്താലും. ബട്ടൺസ് ഒക്കെ പിടിപ്പിക്കാൻ എനിക്ക് ഇത് നിങ്ങൾ എന്തെങ്കിലും ആരെയും വിളിച്ചോണ്ടിരിക്കണം? കളിക്കാൻ വേണ്ടി വിളിക്കണമെന്ന്. ഈ വെയിലെത്താ പോയിരുന്ന് പഠിച്ചിട്ടുണ്ട്. പോ കളിക്കണ്ടേ? എന്ന് പോയിട്ട് അവിടുന്ന് പോയിരുന്ന് പഠിച്ച് ഇപ്പൊ കളിക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കളിക്കാം. പഠിച്ചാൽ മാത്രം മതിയാ? ഇടയ്ക്ക് കുറച്ച് വിനോദം വേണം. മനസ്സിന് സന്തോഷം വന്നാലേ പഠിക്കാൻ ഒരു ഇതുണ്ടാവുള്ളൂ. പരീക്ഷയുടെ മാർക്ക് വരുമ്പോഴും ഇങ്ങനെ പറയണം. എല്ലാം വേണം. കുട്ടികളാകുമ്പോൾ കളിയും ചിരിയും പഠനവും എല്ലാം ഒരുമിച്ച് വേണം അല്ലേ അമ്മ? അങ്ങനല്ലേ വേണ്ടത്? അല്ല പഠിത്തം മാത്രം വെറും ബുദ്ധികളായി പോകണ്ട നമ്മുടെ സമൂഹത്തിലല്ലേ? എന്ത് നീ ഇവിടെ പോയി കളിക്കണം. എന്താ കളിക്കാൻ പോണത്? ഏട്ടൻ തന്നെ വഷളാക്കുന്നത് പിള്ളേരെ. കളിച്ചിട്ട് വരട്ടെ പിള്ളേര്. പിന്നെ നീ ഓടി കളിച്ചിട്ടില്ലായിരുന്നു? നീ അങ്ങനെ പറഞ്ഞത് നിന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും അമ്മ. അവർക്ക് ഇഷ്ടപ്പെട്ട നേരത്തെ മക്കളെ സന്തോഷം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? നമുക്ക് അടുത്ത സിംഹമാനെ എനിക്ക് തത്ത ഇല കൊത്തിപ്പറിക്കുന്നത് കാണാം. നമുക്ക് വേണ്ട തത്തമ്മയാണ്, കുഴപ്പമൊന്നുമില്ലത്. എനിക്ക് കാണണ്ട മതി. ഓ പിന്നെ കാണാൻ എനിക്ക് പിന്നെ ഭാരഫലം എടുത്തുതരാം. ആണോ? അയ്യോടാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിരിക്കാനുള്ള സിനിമ കാണുന്നത്. ആണോ? അപ്പം ഞാൻ ക്ലീറ്റോനോട് പറയട്ടെ. കുറേ നാളായി പിന്നെ സത്യം. ശരി അമ്മായി, ശരി. അയ്യോടാ ഇനി കാണണ്ട. ഒരു പ്രാവശ്യം കണ്ടില്ലേ, അത് മതി. ശരി. ഓക്കെ.
ഈ ഫോൺ അടിച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? കുറേ നേരം ബെല്ലടിക്കല്ലേ? അത് മിസ് കോൾ. ഞാനൊരു ഫോണിലല്ലേ, നിങ്ങൾക്ക് നേരത്തെ വന്ന് എടുക്കാൻ ഒന്ന് ബാത്റൂമിൽ ഇരിക്കല്ലേ? ആ സാരമില്ല ക്ലീറ്റോ, നമുക്കൊരു ഒരു ആരാ നോക്കട്ടെ. ഓ എടുക്കാത്ത നന്നായി. കമ്പനി ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ ദേ, നമുക്ക് ഇത് കാണാൻ പോകാം. അയ്യോ എന്താണ് ഏതോ പിള്ളേരുടെ ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന്, അത് കാണാൻ പോകാം ക്ലീറ്റോ. സിനിമ മനുഷ്യൻ ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. അതിനിടയ്ക്കാണ്ട് 2 മണിക്കൂർ സിനിമ തിയേറ്ററിൽ പോയി ഇരിക്കാന്ന് പറഞ്ഞാൽ 2 മണിക്കൂറല്ലേ ഉള്ളൂ ക്ലീറ്റോ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 2 ദിവസത്തെ പോലെയാണ്. 2 ദിവസം നിങ്ങൾ ആ തേരാപ്പാര വഴി കൂടി നടക്കണ 2 മണിക്കൂറേ ചോദിച്ചുള്ളൂ, കാലിനൊരു റെസ്റ്റും കിട്ടും. തങ്ക ഒന്നാമത് സിനിമ കാണാനുള്ള പ്രായം കഴിഞ്ഞ് ഈ പ്രായത്തിൽ സിനിമ സിനിമ കാണാൻ പ്രായമുണ്ടോ? പിന്നെ സിനിമ കാണാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു മൂഡിലൊക്കെ പോയി കുറച്ച് സിനിമ കാണാം. പിന്നെ അല്ല ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പോയി കാണാം. നമ്മൾ ഈ തിരക്കിട്ട നമ്മളെ 2 പേരെക്കാളും പ്രായം കൂടുതലാണ് അമ്മാവനും അമ്മായിക്കും. അവർ പോയി സിനിമ കണ്ടല്ലോ, അമ്മായി എപ്പോൾ വിളിച്ചത് നല്ല സിനിമയാന്ന് പറഞ്ഞു. എടേ അവർക്ക് നമ്മുടെ അത്രയും ദാമ്പത്യമില്ല. നമ്മൾ 10-18 വർഷമായി കല്യാണം കഴിച്ചിട്ട്, അവരിപ്പോൾ 3 വർഷമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് അമ്മാവനും അമ്മായി. അപ്പം അവർക്ക് സിനിമയെ കണ്ട് പുതുമോടി പോലെ അങ്ങ് നടക്കാന്നേ. ഞാൻ വല്ലപ്പോഴും അല്ലേ ക്ലീറ്റോ, ഇത് നല്ല സിനിമയാന്ന് പറഞ്ഞു, പിള്ളേരുടെ സിനിമയാന്ന് പറഞ്ഞു ക്ലീറ്റോ. എന്താ എന്തോ പേരും പറഞ്ഞു മറന്നുപോയി. എന്തിനാണ് ക്ലീറ്റോ ചുമ്മാ ഇത് സിനിമ? ഈ അടുക്കളയിലല്ലേ ക്ലീറ്റോ, എന്നും നല്ല സിനിമ ചിരിക്കാനൊക്കെ ഉണ്ട്. സിനിമ ഞാൻ ഇപ്പൊ ഇറങ്ങിയ സിനിമ കൊള്ളൂല. അത് ക്ലീറ്റോൻ എങ്ങനെ അറിയാം? ഞാൻ കണ്ടില്ല. കാണാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ നടരാജൻ കണ്ടു. അപ്പം നടരാജൻ പറഞ്ഞു, റിവ്യൂ പറഞ്ഞു, പടം ഭയങ്കര മോശമെന്ന് പറഞ്ഞു. സത്യം ഒന്നാമത് ആ പിള്ളേരെ ഇപ്പോഴത്തെ പിള്ളേരെ ഞാൻ പ്രേമോ അത് ഇതൊക്കെ, ഈ പ്രേമമൊക്കെ എന്ത് സംഭവം അത്? നിങ്ങൾ പ്രേമിച്ചല്ലേ കല്യാണം കഴിച്ചത്? ഞാൻ ആരെ പ്രേമിച്ചു? എന്നെ പ്രേമിച്ച്. അയ്യോ നീയല്ലടി എന്നെ പ്രേമിച്ചത്. എന്നെ പ്രേമിച്ച് തള്ളിയിട്ടല്ലേ നീ എന്നെ വഴിതെറ്റിച്ചത്. ശരി, അപ്പൊ നിങ്ങൾക്ക് എന്നോട് പ്രേമം ഉണ്ടായില്ലേ? അതിനുള്ള സമയം നീ തന്നില്ലല്ലോ. കല്യാണത്തലേന്ന് നീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് എനിക്ക് ക്ലീറ്റോ ഈ കല്യാണത്തിന് എനിക്ക് പറ്റില്ല, നിങ്ങൾ എന്നെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലടി പറഞ്ഞത്. അതിനിടയ്ക്ക് എവിടെ പ്രേമിക്കാൻ സമയം കിട്ടി? ഓ എൻ്റെ അറിവില്ലാത്ത പ്രായത്തിൽ അതും ഇതും പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിച്ച് അതോടെ പോയി എൻ്റെ പോട്ടെ. ഭയങ്കര രക്ഷപ്പെട്ട പോലെ. ഇത് പറ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ക്ലീറ്റോന് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ? തങ്ക സിനിമ, ഈ സിനിമ അത് കൊള്ളൂല. സിനിമ വെറുതെ പോയി 2 മണിക്കൂർ. ആര് പറഞ്ഞു? അമ്മാവൻ പറഞ്ഞു, അല്ല അമ്മായി പറഞ്ഞു, ജിത്തുമോ പറഞ്ഞു നല്ലാന്ന്. അവർ 2 പേരും പറഞ്ഞു, എനിക്ക് വിശ്വാസാ. ഓ ആ ചെറുക്കനാണ് നിന്റെ പ്രോത്സാഹന കമ്മിറ്റി അല്ലേ? അവൻ പറയാം, അവനെ ആ ചെറുക്കൻ വന്നത് ഭയങ്കര കുഴപ്പമായിട്ടാണ്. എനിക്ക് അവനെ തീരെ കണ്ണിന് പിടിക്കുന്നില്ല. നിങ്ങളെ പിടിച്ച് കടിച്ചവൻ. അവൻ ബോറായില്ലേ അവൻ്റെ പഠിത്തവും? അവന്റെ സമയം പോകാൻ പൊക്കോളൂ. അവനിപ്പോ വെക്കേഷൻ വരാൻ പോകാൻ പൊക്കോളൂ. അവൻ എവിടെ പോയാലും തിരിച്ചു വരുമല്ലോ. വരട്ടെ, എന്താ കുഴപ്പം? ആ ചെറുക്കന് നിങ്ങൾ ഈ നാട് നീളെ ഇങ്ങനെ കൊട്ടി കോഷിച്ചുകൊണ്ട് നടക്കുമല്ലോ. ഇവിടുത്തെ ഒരു ആവശ്യത്തിന് അവനൊക്കെ കാണുള്ളൂ. ആ ചെറുക്കന് ഇവിടെ ഉണ്ടെങ്കിൽ കടയിൽ പോകാനോ പിള്ളേരെ ഒരു നേരം നോക്കാനോ ഒക്കെ എനിക്ക് ഉപകാരം. അതിനൊരുത്തനെ ഞാൻ തീറ്റി പോറ്റുന്നുണ്ട്, റൊണാൾഡിനെ. പിന്നെ അവൻ എന്തിനാണ് ഇവിടെ നിർത്തി? തീറ്റി പോരുന്ന കാര്യം പറയണ്ട. കടയിൽ പോകണമെങ്കിൽ 100 രൂപ പച്ചക്കറി മേടിക്കണമെങ്കിൽ ആ ചെറുക്കന് 200 രൂപ കൊടുക്കണം. 100 രൂപ അവന് കടപ്പലാരം തിന്നാൻ. അത് ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ കൃത്യമായിട്ട് സാധനങ്ങൾ കൊണ്ടുവരില്ല. സാധനങ്ങൾ കൊണ്ടുതന്നെ രാവിലത്തെ സാധനം ഉച്ചയാകുമ്പോഴേ എത്തുള്ളൂ. ഇതാണ് കടയിൽ പോക്ക്. എന്തായാലും എനിക്ക് ഈ ചെറുക്കനെ ഈയിടായിട്ട് അവൻ്റെ മുടിയും ഇപ്പൊ ഒട്ടും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. എന്തിനാണ് ഈ ചെറുക്കൻ ഈ പിള്ളേരോടെ കിടന്ന് കളിക്കുന്നത്? എന്തിനാണ് അവന് പ്രായം തരത്തിൽ പോയി കളിച്ചൂടെ? നിങ്ങൾക്ക് എന്താന്ന് ആ പിള്ളേരായിട്ട് അവൻ കളിക്കണേന് എന്താ കുഴപ്പം? എനിക്ക് ചിലപ്പോ കളിക്കാൻ തോന്നുന്നില്ല പിള്ളേരുമായിട്ട് കളിക്കണാണുമ്പോ. അയ്യോ 25 വയസ്സായ മുതുക്ക് കാളയാണ് 10 വയസ്സായ പിള്ളേരോടെ ഓടി നടന്ന് സാറ്റ് കളിക്കുന്നത്. അവരെ മുടി കുഴപ്പം, കളി കുഴപ്പം തന്നെ ചെറുക്കൻ. അയ്യോ ഭയങ്കരമായി പോയി. ഇന്ന് സിനിമയ്ക്ക് പോയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെട്ടിക്കും. നീ ഒരു കാര്യം അവനെ ചില്ലും കൂട്ടിലിട്ട് അടച്ചിട്ട് നീ പൂജിക്ക്. തന്നെ ഇരുന്ന് എനിക്ക് പൂജിക്കാൻ ഒരാളുണ്ട്, പേര് ക്ലീറ്റസ് മത്തായി. ഓ ആ തന്നെ ഇത് ഒരു രീതിയിൽ ആ ചെറുക്കൻ ആവശ്യമില്ലാത്ത എല്ലാത്തിലും കയറി ഇടപെട്ടോളൂ. പണ്ടത്തെ കാലത്ത് ഒരു ചുള്ളി കണ്ട മനുഷ്യനോടുന്ന ഓട്ടം കാണണമായിരുന്നു ഈ ഗ്യാസ് ഇല്ലാത്ത സമയത്ത്. ഇപ്പോഴാർക്കും ഒരു വിലയെന്ന് പറഞ്ഞതില്ല. എനിക്ക് വയ്യ, ഈ പിള്ളേർ എന്നെ കൊല്ലും. പോയല്ലേ ഇടിച്ചിട്ടവളൊന്നും പറയാതെ പോയിക്കളന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞു രണ്ടിൻ്റെ അടുത്ത് ഇരുന്ന് പഠിക്കാനായിട്ട്. അതെങ്ങനെയാ വീട്ടിലിരിക്കുന്ന ആണുങ്ങളെ പറഞ്ഞാൽ മതി. ദൈവം കാത്തത്, അല്ലെങ്കിൽ അമ്മേനെ ഇപ്പൊ ആശുപത്രി കൊണ്ടുപോണ്ടി വന്നേ. ആശുപത്രിയിലല്ല, എന്നെ പട്ടണയിൽ എടുത്താനാ. ഇപ്പൊ ഒറ്റ ഇടി ഇടിച്ചിട്ട് അവള് പോയി കളഞ്ഞേട്ടാ, ഒന്നും പറയാതെ. കുഴപ്പമൊന്നുമില്ല. ഭാഗ്യത്തിന് അമ്മ, അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ ഇപ്പൊ ചെയ്തലോട് എടുക്കേണ്ടി വന്നേനെ. ഒരു 2 മിനിറ്റ് ആയില്ല. ആയില്ലടി, സമയമായില്ല. എന്തിന്? പിന്നെ ബന്ധുക്കള് വരണം, മാമൻ വരണം, എല്ലാവരും വന്നിട്ടല്ലേ.
ഇപ്പോൾ ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു സമയം എടുക്കും. ഏട്ടൻ എന്ത് പറഞ്ഞാലും കോമഡിയാണ്. അവനവന്റെ അനുഭവത്തിൽ പറഞ്ഞു അപ്പൊ പഠിക്കുമ്പോ. അവൻ പറഞ്ഞോട്ടെ, ഇതിനു വേണ്ടി നിങ്ങൾ ഇനി കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കണം. ഏട്ടൻ അമ്മേനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തോണ്ട് വന്നോളാം. ഞാൻ അപ്പോഴേ പറഞ്ഞു പിള്ളേരെ കളിക്കാൻ വിടണമെന്ന്. ദൈവമേ, അവക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടേ. നീ വരണ്ടടാ, ഞാൻ പൊക്കോളാം. ഇനിയിപ്പോ എന്തോ നിന്നെ അങ്ങോട്ട് കയറി വരും. ഇവിടെ ഇല്ല. പിന്നെ എവിടെയായിരിക്കും? പിങ്കി മോളെ ഒരു സെക്കൻഡ്, മോള് പോയി കണ്ടുപിടിക്കും. ഞാൻ പഠിക്കുന്നു, കോൾ ചെയ്തിട്ട് വരാം കേട്ടാ. കണ്ടുപിടി, പെട്ടെന്ന് കണ്ടുപിടി. എന്താ എന്താണ് എന്ത് പറ്റിയത്? തലയിടിച്ചാ? ദൈവമേ, അതെ കുട്ടി. എവിടെ ഇടിച്ച്? എന്തോന്നടേ എവിടെ ഇടിച്ചത്? എന്തോ ദേ ചോര. എവിടെ കയറി ഇടിച്ചേ? നീ അകത്തിരുന്ന് കളിക്കാന്നല്ലേ പറഞ്ഞത്? ഇത് എന്തത്? മുറിഞ്ഞ് കൊച്ചന്റെ തല. അപ്പൊ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. അപ്പൊ അവിടുന്ന് ചേച്ചി കണ്ടുപിടിച്ചേ, ഇവിടുന്ന് തല മുട്ടി. എന്നിട്ട് അവൻ എവിടെ? ചിത്തുചേട്ട എവിടെ? അവന്റെ തരത്തിലാണ് കളിക്കാനുള്ളത്. ഈ ചെറുക്കനായിട്ട് എന്തിനു കളിക്കാൻ പറ്റുന്നത്? നിങ്ങൾ എനിക്കറിയത്തില്ല. പറഞ്ഞാ മതി. ആശുപത്രി കൊണ്ടുപോടേ. ഒരു വണ്ടി വിളിക്കാം. ആശുപത്രി സ്റ്റിച്ചറേണ്ടി വരും. എന്താ പറ്റിയത്? ഇവര് കളിച്ചതുകൊണ്ട് നീ എവിടെ പോയി കിടക്കുമായിരുന്നു? നിനക്കെന്താ ബോധമില്ലടാ? തരത്തിന് പോയി കളിച്ചോളാ കൊച്ചുങ്ങളെ. ഞാൻ ഇടയിൽ കോൾ ചെയ്യുമ്പോ കോൾ ഉണ്ടാക്കാൻ പോയാ ഞാനാ പറഞ്ഞു വിട്ടു അവനോട് അതുകൊണ്ട് നീ പറഞ്ഞു വിടുന്ന പറഞ്ഞ അവൻ സൂക്ഷിക്കണം. പിള്ളേരെ കളിക്കാൻ കൂടെ കൂട്ടിയ സൂക്ഷിക്കാൻ പഠിക്കണം കേട്ടാ. ഒരുമാതിരി തോന്നിയ കാളെ പോലെ നടക്കരുത്. നീ അങ്ങനെ ഇങ്ങനെ നടക്കുക. കൊച്ചുങ്ങളല്ലേ എന്റെ ഇടയിൽ കോള് കൊച്ചുങ്ങളെ വിളിച്ചിരുന്നിട്ട് കളിക്കണം. ശ്രദ്ധിക്കണം. അതിൻ്റെ ഇടയിൽ പാമ്പും മറ്റേതൊക്കെ ഉള്ളതാണ്. ചുമ്മാ അങ്ങനെ തിന്നങ്ങ് നടന്നാ പോലെ കാളെ പോലെ. കുറച്ചൊക്കെ ബോധം വേണോടാ. പൈസ കുറേ ആയില്ല. കൊച്ചു പിള്ളേരോടല്ലേ നീ കളിക്കുന്നത്? ഒന്നീ തരത്തിന് പോയി കളിക്കണം. അങ്ങ് നടക്കണം. ഒരു ബോധമില്ല. എടാ കൊച്ചിനെ എങ്ങനെ ഉണ്ടാ? കുഴപ്പമില്ല തോന്നുന്നു. നീ എവിടെ പോണ്? ഞാൻ ജംഗ്ഷൻ വരെ പോയിട്ട് പെട്ടെന്ന് വരാം. ആ എടി നീ ഒന്ന് സത്യം പറ, വേദനയുണ്ടാ? ആശുപത്രി പോണാ? അതെ, വേണമെങ്കിൽ നമുക്ക് കൊണ്ട് ഒരു സ്കാൻ എടുക്കാം. ഓക്കെ, ഛർദ്ദിക്കാൻ വേണ്ടി അങ്ങനെ വല്ലതും തോന്നണുണ്ടോ? ഛർദ്ദിക്കാൻ വന്നാ ഇതാക്കണേ. ഈ ക്ലീറ്റോ മറ്റേ പാർട്ടിയിൽ സമരത്തിനൊക്കെ പോകുമ്പോ പോലീസ് അടിക്കാൻ ഓടിച്ചിട്ടില്ല. അപ്പൊ ഈ തലയൊക്കെ എവിടെയെങ്കിലും ഇടിച്ച് വീഴും. അപ്പൊ ഛർദ്ദിക്കണം നോക്കിയിരിക്കുന്നത് എല്ലാവരും. ഹലോ ഇങ്ങോട്ട് വിടണ്ട. ഇതൊക്കെ തീ കുരുത്തതാണ്. അതൊന്നും അങ്ങനെ വെയിലത്ത് വാടുന്ന സാധനങ്ങളല്ല. തല ഇടിച്ച് വീണിട്ടുണ്ടെങ്കിൽ തീ കുരുത്തൊന്നും ഇടിച്ച് വീണിട്ടുണ്ട്. ഛർദിച്ചാ? നിനക്ക് ഛർദിക്കാൻ വന്നാ? ഛർദിച്ചാ? സത്യം പറ. ഛർദിച്ച കാണൂല. അന്നേരം മുതൽ അവള് നിന്റെ കൂടെ ഇല്ലേ? എന്നാലും ഞാൻ ഓടി ചെല്ലുവല്ലായിരുന്നാ? ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. അവനെയാണ് പറയേണ്ടത്. ഒന്നുമല്ല, ഇവള് ഈ അന്തങ്കേടോടുകൂടി ഓടണം ഇങ്ങോട്ട്. നിനക്ക് ആദ്യമായിട്ട് ഉള്ള വീടും കൊച്ചിനെ കുറ്റം പറയണ്ട. ഇതെല്ലാം അവൻ ആ ജിത്തുവിന്റെ കുഴപ്പമാണ്. അവൻ എത്ര പെട്ടെന്ന് ഇവിടെ പറഞ്ഞു വിടണം. അവൻ എന്നിവിടെ കാല് കുത്തിയോ അന്ന് മുതൽ മുത്തിന് തടതല പറച്ചിൽ കൂടുതലുണ്ട്. അത് നിങ്ങളുടെ സ്വഭാവം കിട്ടിയേക്കും. ചില സമയത്ത് എനിക്ക് ആ ചെറുക്കൻ്റെ ഓരോ കാട്ടങ്ങൾ കാണുമ്പോഴേ ദേഷ്യം വരും. പക്ഷെ അവനൊരു ഉപകാരിയാണ്. ആർക്ക്? എന്തുപകാരം? ഇവിടെ ചെലവിന് തരണമേ. ചേച്ചി തുണി കൊണ്ട് തന്നു. ആ പറ്റണേ എടുത്ത്. ആ അപ്പം മാറ്റം ഈ തുണി വെച്ച് കേട്ടാ കേട്ടോ. നമുക്കിനി വേറെ നമുക്ക് ആശുപത്രി പോണോ? ഒന്നും ഇല്ലെന്നേ. ഇതിപ്പോ ഇതൊന്നും ആവശ്യമില്ല. ഇച്ചിരി കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ നെറ്റി തിരുമേണ്ട കാര്യമുള്ളൂ. എന്നോട് ഞാൻ പറഞ്ഞതാണ് പിള്ളേർ അകത്തിരുന്ന് പഠിക്കട്ടെ. അപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ മുതുക്ക് വിളിച്ചോണ്ട് പോയി കളിപ്പിച്ചിട്ടല്ലേ. അല്ലാതെ അവനെ ഇവിടെ വെച്ച് വളർത്തി നിങ്ങളെല്ലാരും കൂടെ.
കുടിക്കാൻ വല്ലതും വേണോ കുഞ്ഞിന്? വിശക്കുന്നുണ്ടോ? ക്ലീറ്റോനില്ലേ നമ്മുടെ കുടുംബക്കാർ ആര് വന്നാലും ഇഷ്ടമല്ല. ഒരു പാവം വെച്ചാ അവിടെ ഞാൻ പറഞ്ഞിട്ടാ ഇറങ്ങി പോയത്. അവർ മയ്യെന്ന് പറഞ്ഞിരുന്ന പയ്യനാ. ഇവിടെ ഇരുന്നോ. ഇനി ഓടല്ലേ പുറത്തോട്ട്. ചേച്ചി നോക്കിക്കോണം കേട്ടാ. വെള്ളം വല്ല വേണോ? ഞാനേ വെള്ളം കൊടുത്തടി. വേണ്ടെന്നു. നീ പോണടി. ഞാൻ പോണ്. തൊടുമ്പോഴൊക്കെ അവൾക്ക് വേദനയുണ്ട്. അത് അവൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അവ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചെന്താണ് ജംഗ്ഷൻ വരെ പോകണമെന്ന് പറഞ്ഞാൽ പോയത്. ഇത്ര നേരം കണ്ടില്ലല്ലോ. ഇത് എടുത്ത് ചാടി കയറിട്ടല്ലേ. എടാ ആർക്കാണെങ്കിലും വിഷമം തോന്നൂല. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. എന്ത് പറഞ്ഞത്? പറയേണ്ടത് പറയേണ്ട പോലെ പറയണോ, അല്ലെങ്കിൽ പിള്ളേരൊക്കെ വഷളായി പോകും. കേക്കമ്മേ, ഒരു കൊച്ചു തലമുട്ടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വർത്താനങ്ങളാണോ പറയേണ്ടത്? എന്റെ പഴയ സ്വഭാവം വെച്ചാണ് ഈ വഴക്കുറയല്ല ഒലക്കെടുത്താണ് മണ്ടയ്ക്ക് അടിക്കണേ കണ്ടിരുന്നു. എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു അടിക്കുവാന്ന്. അല്ല, ഈ കൊച്ചു പിള്ളേരാകുമ്പം കളിക്കുകയും ചിരിക്കുകയും ഓടിയും ചാടിയും മറിഞ്ഞു വീണെന്നൊക്കെ ഇരിക്കും, മുറിഞ്ഞെന്നൊക്കെ ഇരിക്കും. അതിനെന്തിനാണ് ഈ വലിയൊരു ഇടപെടുന്നത്? നാളെ അവരൊന്നാവത്തില്ലേ? അമ്മ അതിന് തലയ്ക്കകത്ത് ആട് താമസം വേണം. ചുമ്മാ എന്തെങ്കിലും അവനൊരു ചെറിയ കൊച്ചല്ലടാ. ഇപ്പൊ കുഴപ്പമില്ല, കൊച്ചിന്റെ മണ്ട പൊളന്നെങ്കിൽ അവനെന്നെ ഒന്നും സംസാരിക്കൂല. ഇവരുടെ എടി നിന്റെ വർത്താനം ഇപ്പൊ കേട്ടാ തോന്നും അവനെന്തോ അവളുടെ തല കൊണ്ടൊന്ന് ഭിത്തിയിൽ വെച്ച് ഇടിപ്പിച്ചതാണ്. അത് കളിച്ചപ്പോ പറ്റിയതല്ലേ? അകത്തിരുന്ന് കളിക്കാന്നാ പറഞ്ഞത്. ഈ പിള്ളേരെ കൊണ്ട് ഇവൻ ഈ പുറത്തോട്ട് പോകേണ്ട കാര്യം. വയസ്സുള്ള മുതുക്ക് ചെറുക്കനാണ് അവൻ ഫോൺ കാട്ടിലോട്ട് കൊണ്ടുപോയ പോലെ പറയുന്നത്. പുറത്തോട്ട് പോകേണ്ടത് വീട്ടിന്റെ മുറ്റത്തല്ലേ കളിച്ചത്. ഉത്തരവാദിത്തമായിട്ട് നോക്കണം പിള്ളേരെ. പിന്നെ കളിക്കുന്ന നേരത്തെ ഞാൻ നോക്കുമായിരുന്നു. വലിയ കാര്യമായിപ്പോ ഒന്നും ചിന്തിക്കണ്ട. അവൻ ഇവിടെ വല്ല വീട്ടിൽ നിന്ന് നിക്കാൻ വന്നേക്കണമെന്നെങ്കിലും ചിന്തിക്കണ്ടേ? പോട്ട് ഇത് എന്തിനു നിങ്ങളുടെ ഉള്ള കുട്ടിയൊന്നും കൊച്ചുങ്ങളെ നോക്കണം. ആ മര്യാദ പിന്നെ കൊച്ചുങ്ങളെ നോക്കാനല്ലേ അവനെ നിർത്തിക്കണത്. അവൻ പഠിക്കാനോ നിൽക്കണം ഇവിടെ. അവൻ കൃത്യമായിട്ട് പോകുന്നുണ്ട്, കാര്യം നോക്കുന്നുണ്ട്. ശരി, പഠിത്തം മാത്രം അല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുവാണല്ലോ. പിന്നെ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് പറയാം, ആവശ്യത്തിന് ശാസിക്കാം. ഒരുപാടൊന്നും പറയണ്ടാരും. നമ്മളെന്തോ ചെയ്ത പോലെ മാറിയിട്ട് തൊഴാൻ. പിന്നെ അവന് പുറപ്പെട്ടു പോയാൽ എങ്ങും പോകില്ല. മിണ്ടാതിരിക്കാൻ മോയിച്ചിരു നേരം എവിടെ പോയാലും വിശക്കാൻ പഞ്ഞ് വരും ഇതൊക്കെ. എന്തോടെ ചെടി പോരാ. എവിടെ പോരുന്നതാ നീ? ഞാൻ മാർക്കറ്റ് വരെ പോയതാ. ദാ അമ്മയുടെ സ്രാവ് ഞാൻ പറഞ്ഞില്ലേ മേടിച്ചതെന്ന്. നീ ഇത് മേടിക്കാൻ പോയതാണോ? ഇപ്പൊ വരാം. എൻ്റെ കർത്താവ് എന്തൊരു ബിരുദനാണെന്ന് നോക്ക്. ഇത്രയും കുഴപ്പമുണ്ടാക്കിയിട്ട് അമ്മയെ സോപ്പിടാൻ വേണ്ടി സ്രാവ് വാങ്ങിച്ചോണ്ട് കൊടുത്തേക്കുന്നു. എന്തോന്നിത്? നമ്മളെല്ലാരും അങ്ങനെ കാണല്ലേ. എന്തെന്ന് വെച്ചാൽ ഒന്നൊന്നര പോകുന്നില്ലേ? അല്ല, പുള്ളിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലെ നിൽക്കാൻ പറഞ്ഞായിരുന്നു. വണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ എന്തിന്? റെയിൽവേ സ്റ്റേഷൻ പോണെന്ന്. സമാധാനായോ? ആ ചെറുക്കൻ പോവാന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട്. എന്തിനാ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്? അവന്റെ വീട്ടിൽ പോകാൻ. വീട്ടിൽ പോകാൻ മാത്രം ഞങ്ങൾ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ നിങ്ങള്? ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു മോനെ കളിക്കുമ്പോൾ നോക്കി കണ്ടും കളിക്കണ്ടേ, സൂക്ഷിച്ച് കളിച്ചില്ലേ വീഴുവില്ലേ എന്നല്ലേ ഞാൻ പറഞ്ഞോളില്ലേ മോളെ. ഞാൻ എന്ത് പറഞ്ഞു? മക്കളെ നിങ്ങൾ പുറത്തൊന്നും പോയി വെയിലത്ത് കളിക്കല്ലേ, അകത്ത് എവിടെയെങ്കിലും മുറി പോയി ഒന്ന് കളിക്കാൻ പറഞ്ഞു. നീയൊക്കെ ഇങ്ങനെയാണടാ പറഞ്ഞത്? സ്നേഹത്തോടെ നമ്മളെ പിള്ളേരുടെ അടുത്ത് പറയണ പോലെ അല്ലേ പറയേണ്ട രീതിയിൽ പറയണം. നീ വന്നേ, നീ ഇറങ്ങിക്കേ. അല്ല അതൊക്കെ മാറ്റി വെച്ചേ. വേണ്ട, അല്ല അതല്ല മോനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിലാണ് നീ ഞാൻ പറഞ്ഞുകൊണ്ടാണോടാ നീ പോണത്? ഇല്ല പറഞ്ഞോണ്ടല്ല. അയ്യോ നീ എവിടെ പോണെന്ന് പറയാ. നീ എന്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോണെന്ന്? ഞാൻ പറയാം. ഞാൻ മാർക്കറ്റിൽ പോയപ്പോ പെട്ടെന്ന് പിങ്കിയുടെ കോള് വന്ന്. പിങ്കിയുടെ പപ്പ ഹോസ്പിറ്റലാ. ഇത് BP പെട്ടെന്ന് ഷൂട്ടായി. അപ്പൊ ഈ സമയത്ത് ഞാൻ അവിടെ പോയി നിൽക്കണം. അവൾക്കൊരു സഹായവും അവൾക്ക് സന്തോഷവും പിന്നെ അവിടെ ഫാമിലി അവരായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആവുമല്ലോ. ഭാവിയിലെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പത്തിൽ നടക്കും. അപ്പൊ ഈ സമയത്ത് പോണത് ഹെൽപ്ഫുൾ അല്ലേ തങ്ങാൻറ്റി? അല്ലേ? അല്ലാണ്ട് വേറെ ഞാൻ ആ സമയത്തൊക്കെ പറഞ്ഞു അവളുടെ തല പൊട്ടിയിരിക്കുന്ന വിഷമം കൊണ്ട് പറഞ്ഞു പോയതാന്ന്. എന്റെ മുന്നിൽ ലില്ലിയാൻറ്റി എന്റെ കനവ് ഹാഫ് ആൻ അവറിനുള്ളിൽ എത്തണം. ഞാൻ അവിടെ പോയിട്ട് വിളിക്കേ.
ഞാൻ പോട്ടെ വേഗം തിരിച്ചു വരണം കേട്ടാ. അവനെ ആശുപത്രിയിൽ എന്താ ആവശ്യമുണ്ടെന്ന് എന്നെ വിളിച്ചാൽ ഞാൻ വരും. പാർട്ടി ആൾക്കാരുണ്ട് അവിടെ കേട്ടോ. ഇതെടുത്തോ. അമ്മ പോയിട്ട് വരട്ടെ. പോയിട്ട് വരാം. അങ്ങനെ പോയിട്ട് വരാം. കനാങ്ങളെ ഇല്ലേണ്ടി എന്റെ പൊന്നെ ക്ലീറ്റ് തങ്ങി എപ്പോ ഇങ്ങനെ വിചാരിക്കില്ല കേട്ടാ. പോയിട്ട് വരാം. ഓക്കെ, ഹാപ്പി ജേണി. ഞാൻ വിളിക്കാം. ബൈ ആൻറ്റി. ചേട്ടാ പെട്ടെന്ന് നോട്ടേട്ടാ, പെട്ടെന്ന് ടാറ്റാ. 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 പെട്ടെന്ന് വരാ. പാവം കൊച്ചല്ലേ. എന്നാല അപ്പുറത്തോട്ട് ചാടിയത്. രണ്ടും തന്നടേ.